ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെൻഡോസ ക്ലാസ്സസ്. അപ്പോൾ +1 ഫിസിക്സിൻ്റെ എക്സാമാണ്, നമുക്ക് ക്രിസ്മസ് എക്സാം വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ദിസ് ഇസ് ഫ്രം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ സ്റ്റഡി ദ ഗിവൺ വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈം ഇന്റർവൽ വെൻ നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് എന്താ? എഫ് ഈക്വൽ ടു എം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു എ ആണ് നമ്മൾ എഴുതുന്നത്, എഫ് ഈസ് ഈക്വൽ ടു എം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോ ഫോഴ്സ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സീറോ ആണ്. ഫോർ ഫോഴ്സ് ടു ബി സീറോ, ആക്സിലറേഷൻ എന്തായിരിക്കണം? ആക്സിലറേഷൻ സീറോ ആണ്. നമുക്ക് തന്നിരിക്കുന്ന എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലടാ, അല്ലേ? എന്താണ്? അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ സീറോ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വി സീറോ വരണം, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ഇന്റർവെലാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി? ഈ 10 സെക്കൻഡ് ടു 30 സെക്കൻഡ് ഈ റേഞ്ചിൽ എന്താ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഇവിടെ? ഈ എ പാർട്ടിന്റെ ആൻസർ 10 to 30 സെക്കൻഡ്. ഓക്കെ, ആ ടൈം ഇന്റർവെലാണ് എന്ത്? 10 സെക്കൻഡ് 30 സെക്കൻഡ് അങ്ങനെ എഴുതണം കേട്ടോ. അതാണ് ടൈം ഇന്റർവെൽ വെൻ നോ ഫോഴ്സ് ഈസ് ആക്ടിങ്. ബി പാർട്ട് എന്താ? ബി പാർട്ടിൽ നമ്മൾ എടുത്ത് പറയുന്നത് ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ദി ഫസ്റ്റ് 10 സെക്കൻഡ്. അതായത് ഈ ടൈമിലുള്ള ആക്സിലറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇതാ ഈ ഇന്റർവെല്ലുള്ള. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? വി മൈനസ് യു ബൈ ടി എന്നറിയാം. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം അല്ലെ, വി മൈനസ് യു ബൈ ടി. അപ്പം 10 സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ് അല്ലെ. 0 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം എന്താണ്? 10 സെക്കൻഡ് അല്ലെ. നമ്മളിവിടെ സ്ലോപ്പാണ് എടുക്കുന്നത്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഇസ് 10 സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബി പാർട്ട്. ഇനി നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് അറ്റ് ദി 20th സെക്കൻഡ്, 20ാമത്തെ സെക്കൻഡിലെ ആക്സിലറേഷൻ. ഇപ്പോൾ ഇതാണ് 20 സെക്കൻഡ്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇന്റർവെല്ലിലെ വെലോസിറ്റി എന്താ? കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. 20th സെക്കൻഡിൽ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ഇനിയാണ് ഏറ്റവും കോമൺ ആയി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഡി പാർട്ട്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ്. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്റ്റൻസ് ട്രാവൽഡ്, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ 3 പാർട്ടുണ്ട്. ദിസ് ഇസ് ഫസ്റ്റ് റീജിയൻ, ദിസ് ഇസ് ഫസ്റ്റ് റീജിയൻ, ദിസ് ഇസ് സെക്കൻഡ് റീജിയൻ, ദിസ് ഇസ് തേർഡ് റീജിയൻ. അപ്പോൾ ഈ 3 റീജിയൻ്റെ ഏരിയ സംവിധാനം നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഇവിടെ ഫസ്റ്റത്തെ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റ്. എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് വരുന്നത്? 20 പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ അത് അത്ര വരും 20 ഇൻറ്റു 20, ദറ്റ് ഈസ് 400 എന്ന് വരും. 400 പ്ലസ് തേർഡ് റീജിയൻ്റെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ്, ഹൈറ്റ് 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? ദിസ് ഈസ് 100 പ്ലസ് 400 പ്ലസ് 100 പ്ലസ് 400 പ്ലസ് 100 അല്ലടാ, 400 പ്ലസ് 100. ഓക്കെ, ദിസ് വിൽ ബി 600 എന്ന് കിട്ടും. 600 മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ 600 യൂണിറ്റ്സ് എഴുതിയാൽ മതി. 600 മീറ്റർ ആണ് ഇവിടെ വരിക. കാരണം എന്താണ്? വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ് ഇവിടെ വൈ ആക്സിസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ we have covered the important concepts that that can be derived from the velocity time graph. Thank you.